ഇന്ത്യൻ സാഹചര്യം അല്ലെങ്കിൽ കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അധികം രോഗികൾ തന്നെ അങ്ങ് തീരുമാനിക്കില്ല. അവർ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാരണമൊന്നും വേണ്ട, അവർക്ക് തോന്നുക ഇത് ന്യൂറോളജിയാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ തെറ്റിദ്ധാരണജനകമായ വാക്കുകളുമുണ്ട്. ഉദാഹരണത്തിന് ഇത് ശരിക്കും ഈ നീല കാണുന്നത് അശുദ്ധ രക്തക്കൊഴല. പക്ഷെ നമ്മളെന്താ പറയുക, നരമ്പിലും സൂചി വെച്ചു എന്ന് അറിയുന്നത് ഇതിനാ പറയുക. അപ്പോൾ കുറേ ആൾക്കാർ ഇത് നരമ്പാന്ന് വിചാരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ഇത് നമ്മൾ ടെൻഡൻ എന്നാണ് പറയുന്നത്. ശരിക്കും ഇത് മസിൽ വന്നിട്ട് ഇങ്ങനെ ഇത് പോകുന്ന സാധനമാണ്. ഇതിനും നമ്മൾ പറയുക മലയാളത്തിൽ നരമ്പ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ പരിക്കൊക്കെ പലപ്പോഴും നരമ്പ് എന്ന് പറഞ്ഞിട്ട്, അതേപോലെ കാലിലുള്ള വേരിക്കോസ് വെയിൻ, ഈ അശുദ്ധ രക്തക്കൊഴൽ ഗർഭിണികൾക്കൊക്കെ തടിച്ചു വരുന്നത്, അതൊക്കെ പലപ്പോഴും ഒരുപാട് പ്രാവശ്യം തെറ്റിദ്ധാരണ മൂലം നമ്മളെ അടുത്തേക്ക് വരാറുണ്ട്. അത് രക്തക്കൊഴലിൻ്റെ ആൾക്കാരുടെ അടുത്തും പുറത്തും ആൾക്കാരുടെ അടുത്തും പോകേണ്ട ആൾക്കാരാണ്. പിന്നെ കുറേ ആൾക്കാർക്ക് അവർക്ക് എന്താണെന്ന് മനസ്സിലാവാത്തതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ജനറലായിട്ട് ആരാ വരേണ്ടതെന്ന് പറയാമെന്ന് വെച്ചാൽ, ആകെ കോൺക്രീറ്റ് അസുഖങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം സ്ട്രോക്ക്. അപ്പോൾ സ്ട്രോക്ക് തന്നെ പല ലക്ഷണങ്ങളായിരിക്കും. അപ്പം എങ്ങനെയാണ് സ്ട്രോക്ക് എന്ന് ഡയഗ്നോസ് ചെയ്തതെന്നുള്ളതിനനുസരിച്ചിരിക്കും, അത് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ എപ്പിലെപ്സി, അതിപ്പോൾ GTCS എന്ന് പറഞ്ഞ പോലെ നമ്മൾ സാധാരണ കാണുന്ന അവസ്മാരാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതല്ലാത്ത അവസ്മാരൊന്നും ആണെങ്കിൽ അപ്പോൾ അവർക്കും അതും മനസ്സിലാവില്ല. അപ്പോൾ ആരൊക്കെ വരണം എന്ന് ചോദിച്ചാൽ, ന്യൂറോളജി സംബന്ധമായ അസുഖം ഉള്ളത് ഉള്ള ആൾക്കാരോ അല്ലെങ്കിൽ സംശയിക്കുന്ന ആൾക്കാരോ എന്നേ പറയാൻ പറ്റുള്ളൂ.